ഈ ചതുരനെല്ലിയുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. 1 മണിക്കൂർ അങ്ങനെ വെക്കേണ്ടതുണ്ട്. ഓക്കെ. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറിന് ശേഷം അത് നോക്കിയാൽ കുറച്ച് വെള്ളം ഊറിയിട്ടായി കാണാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് നമുക്കിതെടുക്കേണ്ടത്. പക്ഷേ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ എല്ലാ അച്ചാറിലും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അതിനായിട്ട് ഉലുവയുടെ പൊടി, അത് എല്ലാ അച്ചാറിലും ആസ് യൂഷ്വൽ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ. ഇത് 1 മണിക്കൂറായിട്ടുണ്ട് ഏകദേശം. നമ്മളിതിൽ നിന്നും മാറ്റി, ഈ പാത്രത്തിൽ നിന്നും മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇടാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മസാലകൾ ഇടണം. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ മസാല ഇടുമ്പോൾ ഇതൊന്നും തണുത്തിട്ട് കുറച്ചൊന്ന് ആറിയിട്ട് നമ്മൾ മസാല ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെക്കാം. കുറച്ചൊന്ന് ആറിയിട്ട് മസാല ഇടാം. ഏകദേശം ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അച്ചാർ പൊടിയാണ് ഇടുന്നത്. സാധാരണ മുളക് പൊടിയും യൂസ് ചെയ്യാം. നമ്മൾ അച്ചാർ പൊടി തന്നെയാണ് ഇടുന്നത്. പിന്നെ അല്പം ഉപ്പും എന്നിട്ട് നന്നായി ഇളക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ മസാലയുടെയൊക്കെ ആ പച്ച രുചി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്മിൽ മതി, അധികം ചൂട് വേണ്ട. സിമ്മിൽ കുറച്ചൊരു 1 മിനിറ്റ് നേരം ഒന്ന് ചൂടായാൽ മതി. എന്നോടൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അച്ചാറിന് കാര്യമായിട്ട് വേണ്ട ഈ കടുക് ആദ്യമേ ചേർക്കേണ്ടതായിരുന്നു. ഞാൻ ചേർത്തില്ല. അത് പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചതുരനെല്ലിക്ക ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അല്പം വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ളവ മതി അല്പം ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലായിരുന്നു ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റാവും. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് ചതുരനെല്ലിയുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.